തലസ്ഥാന നഗരിയെ ആകെ ഒളിച്ച ഹണി ട്രാപ്പ് ആരോപണ കേസിൽ നാടകീയമായ വഴിതിരിവ്. കേസിൽ പരാതിക്കാരനായ പ്രവാസി വ്യവസായി തെലങ്കാന സ്വദേശി മാർക്ക് വിജയകുമാർ കേവലം ഒരു ഇരയല്ലെന്നും താൻ നിയമപരമായി വിവാഹം കഴിച്ച ഭർത്താവും തന്റെ കുഞ്ഞിന്റെ പിതാവുമാണെന്ന വെളിപ്പെടുത്തലുമായി ഒന്നാം പ്രതിയായ റോഷ്നി സുരേഷ് രംഗത്തെത്തി. തങ്ങളുടെ ബിസിനസ് പങ്കാളിത്തവും കുടുംബജീവിതവും തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നും യുവതി ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് റോഷ്നിയെ കസ്റ്റഡിയിലെടുത്തത്. 5 കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു എന്ന പരാതിയിൽ അറസ്റ്റിലായ റോഷ്നിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയെങ്കിലും പ്രഥമ ദൃഷ്ട്യാ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി കോടതി ഇവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ തന്റെ ഭാഗം വ്യക്തമാക്കുന്ന വീഡിയോ സന്ദേശം പുറത്തുവിട്ടാണ് യുവതി ഈ തട്ടിപ്പ് കഥയുടെ പിന്നാമ്പുറങ്ങൾ വെളിപ്പെടുത്തിയത്. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി അതീവ നിർണായകമായ രേഖകളും ചിത്രങ്ങളുമാണ് റോഷ്നി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രങ്ങൾ പറയുന്നത് കല്യാണം നടന്നുവെന്ന വസ്തുതയാണ്. മാർക്ക് വിജയകുമാറിനൊപ്പം വധൂവരന്മാരായി നിൽക്കുന്ന ചിത്രങ്ങളും കുഞ്ഞിനൊപ്പമുള്ള കുടുംബചിത്രങ്ങളും ഇവർ തെളിവായി നിരത്തുന്നു. കേവലം ഒരു ഹണി ട്രാപ്പ് എന്നതിനപ്പുറം ഇരുവരും തമ്മിൽ ദൃഢമായ ദാമ്പത്യബന്ധം ഉണ്ടായിരുന്നുവെന്നതാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ചിത്രങ്ങൾക്ക് പുറമെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റും റോഷ്നി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2023 ജൂൺ 22 ജനിച്ച ആൺകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർക്ക് വിജയകുമാറിന്റെ പേരാണ്. തന്റെ കുഞ്ഞിന്റെ പിതാവ് മറ്റാരുമല്ലെന്നും നിയമപരമായി എല്ലാ രേഖകളിലും വിജയകുമാർ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛനായി ഒപ്പിട്ടിട്ടുള്ളതെന്നും റോഷ്നി വ്യക്തമാക്കുന്നു. കേവലം ഒരു വൈകാരിക ബന്ധം എന്നതിലുപരി ഇരുവരും ചേർന്ന് വലിയൊരു ബിസിനസ് സാമ്രാജ്യവും കെട്ടിപ്പടുത്തിരുന്നു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പ്രധാന ഓഹരി ഉടമകളാണ് ഇരുവരും. തങ്ങൾ രണ്ടുപേരും തുല്യ പങ്കാളികളായി തുടങ്ങിയ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കാണ് ഇപ്പോഴത്തെ വ്യാജ പരാതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്നാണ് യുവതി ആരോപിക്കുന്നത്. അതേസമയം ഹൈദരാബാദ് സ്വദേശിയായ വ്യവസായി മാർക്ക് വിജയകുമാറിനെ കെണിയിൽ വീഴ്ത്തി 5 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നാണ് കേസിന്റെ ആദ്യ രൂപം. വർഷങ്ങളായി കൊച്ചിയിൽ ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്ന റോഷ്നി വിജയകുമാറുമായി അടുപ്പത്തിലാവുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തൽ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. വിജയകുമാറിന്റെ ഭാര്യ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ RB കൃഷ്ണയെ നേരിൽ കണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബന്ധം പുറത്തറിയുമെന്നും ഭാര്യയോട് പറയുമെന്നും ഭീഷണിപ്പെടുത്തി പലപ്പോഴായി കോടിക്കണക്കിന് രൂപയും ആസ്തികളും റോഷ്നി തട്ടിയെടുത്തു എന്നായിരുന്നു പരാതിയിലെ പ്രധാന ആരോപണം. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറയിൽ 1.5 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര ഫ്ളാറ്റും റോഷ്നിയുടെ സ്വന്തം നാടായ തിരുവനന്തപുരം മലയൻകീഴിൽ 1.3 കോടി രൂപയുടെ 20 സെന്റ് ഭൂമിയും വാങ്ങിപ്പിച്ചു എന്ന് FIRൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വിവിധ ജ്വല്ലറികളിൽ നിന്നായി 45 പവനിലധികം സ്വർണ്ണാഭരണങ്ങളും വാങ്ങിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കമ്പനി ലാഭത്തിന്റെ പകുതിയോളം തുക ഭീഷണിപ്പെടുത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചതായും പരാതിയിലുണ്ട്. 1,80,00,000 രൂപ പലതവണകളായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാറ്റിയെടുത്തു. ഭീഷണി തുടർന്നുപോയ സാഹചര്യത്തിലാണ് ഒടുവിൽ 3 വർഷത്തെ മാനസിക പീഡനങ്ങൾക്കൊടുവിൽ വ്യവസായിയും കുടുംബവും പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം ബിസിനസ് പങ്കാളികൾ എന്ന നിലയിലും ദമ്പതികൾ എന്ന നിലയിലും സ്വാഭാവികമായി നടന്നതാണെന്നാണ് റോഷ്നിയുടെ വാദം. തന്റെ ബിസിനസ് തകർക്കാനും തന്നെയും കുഞ്ഞിനെയും വഴിയാധാരമാക്കാനും വിജയകുമാറും കുടുംബവും ചേർന്ന് മെനഞ്ഞെടുത്ത തിരക്കഥയാണ് ഈ ഹണി ട്രാപ്പ് ആരോപണമെന്നും അവർ ആവർത്തിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ റോഷ്നിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മുൻപ് 2 തവണ വിവാഹിതയായിരുന്ന റോഷ്നി അവയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടിയിരുന്നു. അതിനുശേഷം 3ാമതൊരു വിവാഹം കഴിച്ചതായും എന്നാൽ ആ വ്യക്തിക്കെതിരെ പിന്നീട് തൃക്കാക്കര പോലീസിൽ പീഡന പരാതി നൽകിയതായും പോലീസ് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2022 മുതലാണ് മാർക്ക് വിജയകുമാറും റോഷ്നിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പണമിടപാടുകളുടെ യഥാർത്ഥ സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ കേസിൽ കടുത്ത ഭീഷണികൾ ഉയർന്നതായും FIRൽ പറയുന്നുണ്ട്. വിജയകുമാറിന്റെ ഭാര്യയെയും കുട്ടിയെയും തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുമെന്നും കുഞ്ഞിനെ കൊന്നുകളയുമെന്നും റോഷ്നിയും സംഘവും ഭീഷണിപ്പെടുത്തിയതായി പരാതിയിലുണ്ട്. ഈ ഭീഷണിയുടെ സന്ദേശങ്ങൾ വാട്സപ്പ് വഴി അയച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ റോഷ്നിയെ കൂടാതെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ ജിബിൻ, അഭിഷേക് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇവർക്കായി വഞ്ചിയൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒളിവിലുള്ള മറ്റു പ്രതികളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ ആസൂത്രണത്തിന്റെയും പൂർണ്ണരൂപം പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂ എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഒരു വശത്ത് കോടികളുടെ തട്ടിപ്പിന്റെയും ബ്ലാക്ക് മെയിലിംഗിന്റെയും കഥകളും മറുവശത്ത് ദാമ്പത്യ ബന്ധത്തിന്റെയും ബിസിനസ് പങ്കാളിത്തത്തിന്റെയും തെളിവുകളും നിരത്തി ഇരുപക്ഷവും പോരാടുമ്പോൾ ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുമെന്നുറപ്പാണ്. പ്രണയവും ബിസിനസ്സും നിയമക്കുരുക്കുകളും ചേർന്ന ഈ കേസിന്റെ യഥാർത്ഥ സത്യം കോടതി മുറിയിൽ തന്നെ തെളിയേണ്ടിയിരിക്കുന്നു.